ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ ദുരന്തമായി കാണാവുന്ന ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അങ്ങേക്ക് ഈ സ്ഥലങ്ങൾ കണ്ട സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാകും. നേരത്തെ അങ്ങ് ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ടാകും, അങ്ങ് കണ്ടിട്ടുണ്ട്, അങ്ങ് ആ ഘട്ടത്തിലൊക്കെ വളണ്ടിയറായി പ്രവർത്തിച്ചു എന്നെല്ലാം പറയുന്നതും ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ആ വിധത്തിലൊരു ദേശീയ ദുരന്തമായി ഇതിനെ കാണണം, ദേശീയ ദുരന്തമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സീവിയർ ഡിസാസ്റ്ററായി ഇത് അങ്ങയുടെ പരിഗണനയ്ക്ക് മുമ്പിൽ വെക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. 1979 മോർബി ദുരന്തം മുതൽ സന്നദ്ധ പ്രവർത്തകനായി പ്രവർത്തിച്ച അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളിൽ പ്രത്യേകമായ വേദനയുണ്ടെന്നും അത് കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ പുനർനിർമ്മാണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ കാര്യത്തിൽ പ്രത്യേക സഹായം നൽകാവുന്ന കാര്യം പരിഗണിക്കാം എന്നുമുള്ള ഒരു അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ മുമ്പിൽ വയ്ക്കുകയുണ്ടായി. ഇന്നലെ തന്നെ രാജ്യത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്ന കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘത്തിന് മുമ്പാകെ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയും കണ്ട്, ഗ്യാസ് മിനിസ്റ്ററും അവരെ കാണുകയുണ്ടായി, ബന്ധപ്പെട്ട മന്ത്രിമാർ ഉണ്ടായി, കണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒരു റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണത്തിന് 2000 കോടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെലവഴിക്കേണ്ടി വരും എന്ന് കേരളം ആ ഘട്ടത്തിൽ അഭിപ്രായം പറയുകയുണ്ടായി. 1200 കോടി രൂപയാണ് പ്രാഥമികമായി ലോസ് കാണുന്നത്. പക്ഷേ നഷ്ടം അതിനേക്കാൾ കൂടുകയേ ഉള്ളൂ. ഓരോ ഘട്ടത്തിലും ഓരോ ഇനങ്ങൾക്കും ഓരോ വിളകൾക്കും ഓരോ കന്നുകാലികൾക്കും ഒക്കെ ഉണ്ടായ നാശം പ്രത്യേകമായി അതിൽ കൂട്ടേണ്ടതുണ്ട് എന്ന് കേരളം കേന്ദ്ര സ്ഥല സംഘത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെർച്ച് ഓപ്പറേഷൻ ചെലവാകുന്ന പൂർണ്ണമായ സംഖ്യ, ഡെബ്രി റിമൂവൽ ചെയ്യുന്നതിനാവശ്യമായ പൂർണ്ണമായ സംഖ്യ, ക്യാമ്പുകളുടെ സംഘാടനം, അതുപോലെ തന്നെ ഗ്രേഷ്യസ് റിലീഫ്, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്ച്വൽ സംഖ്യ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ 150 എന്ന് നമ്മൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോടും വീണ്ടും അഭ്യർത്ഥിച്ചു. DM ആക്ടിൻ്റെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 13 പ്രകാരം ഈ സംഭവത്തെ കണ്ട് ഒരു ലോണുകൾ സമ്പൂർണ്ണമായി മരവിപ്പിക്കാനും ആ ലോണുകളുടെ ബാധ്യത കണ്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ പുതിയ ലോണുകൾ എടുക്കാൻ അവർക്ക് കഴിയാത്ത സ്ഥിതി മാറ്റി പുതിയ ലോണുകൾ എടുക്കാനും അവരെ പ്രേരിപ്പിക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്നും കേന്ദ്ര ഗവൺമെൻറ്റിനോട്, ഗവൺമെൻറ്റിൻ്റെ ഉന്നതതല സംഘത്തിനോട് ഇന്നത്തെ ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇനി ആക്ച്വൽസ് എന്ന് പറയുന്ന വിശദാംശങ്ങൾ, ചില കാര്യത്തിൽ വളരെ മൈന്യൂട്ടായി കാണേണ്ട വിശദാംശങ്ങൾ കൂടി പ്രത്യേകം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് കൈമാറുകയും ചെയ്യും. അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, കേരളത്തിൻ്റെ നിവേദനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും രേഖാമൂലം അത് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു. ഇന്നലെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണക്കുകളെല്ലാം ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു. ഇനി ചില കാര്യങ്ങളിൽ ചില ആക്ച്വൽസ് എടുക്കുന്നത് എത്രയാണ് എന്നുകൂടി നോക്കേണ്ട കാര്യമേ നമ്മുടെ മുമ്പിൽ ബാക്കി വരുന്നുള്ളൂ. അതും തുടർന്ന ദിവസങ്ങളിൽ കൈമാറും. ആ വിധത്തിലാണ് വളരെ സമഗ്രമായി കേന്ദ്ര സംഘത്തിൻ്റെ മുമ്പിലും പ്രധാനമന്ത്രിയുടെ മുമ്പിലും ഇന്ന് ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ.